ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അടുത്ത ദിവസം നമ്മൾ ഈസ്റ്റാഡിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ്. വെക്ഷോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അങ്ങോട്ടേക്ക് ഒരു 3 മണിക്കൂറിൻ്റെ മുകളിൽ ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട്, ആംഹോൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഐക്യ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഐക്യ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. നമ്മൾ പോണ റോഡിൻ്റെ 2 സൈഡിലും കാടാണ്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പം ഈ മരം ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അട്ടിക്ക് വെച്ച സ്ഥലവും കാണുന്നുണ്ട്. വീടിൻ്റെ സദേൺ സൈഡിൽ കൂടുതലും കമേഴ്ഷ്യൽ ഫോറസ്റ്റ് ആണ്. നാച്ചുറൽ ഫോറസ്റ്റും ഉണ്ട്, പക്ഷേ കൂടുതലും അതാണ്. ഇതിൽ തന്നെ ഒരു മേജർ ഷെയർ പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതാണ്. ഈ കമേഴ്ഷ്യൽ ഫോറസ്റ്റ് നിന്നാണ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ളതും ഫേർണിച്ചർ ഉണ്ടാക്കാനുള്ളതും പേപ്പർ പ്രൊഡക്ഷൻ ഉള്ളതും ഒക്കെ തടി പോണത്. വെട്ടിക്കഴിഞ്ഞാൽ അതിനെ കാടായിട്ട് തന്നെ നിലനിർത്തുക എന്നുള്ളത് ഓണേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒന്നുകിൽ മരം വളരാൻ അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൈം കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ മരം നമ്മൾ തന്നെ പ്ലാന്റ് ചെയ്യണം. അങ്ങനെ അതൊരു റൂളാണ് കേട്ടോ, സ്ട്രിക്റ്റ് റൂളാണ് അവിടെ. പിന്നെ സ്വീഡൻ അറിയാലോ, സസ്റ്റൈനബിൾ ലിവിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ആംഹൾട്ടിലെത്തി ഐക്യ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലോകത്ത് ആകമാനം 500-ലധികം സ്റ്റോറുണ്ട് ഐക്യക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആംഹൾട്ടിലാണ്. 1940s ഇങ്വാർഡ് കംപ്രാഡ് എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മെയിൽ ഓർഡർ ബിസിനസ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 58 ഒക്കെ ആയപ്പം അവർ ഒരു ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ആക്കി. പിന്നെ 65 ആയപ്പം ഈ ഒരു മ്യൂസിയം നിന്ന സ്ഥലത്ത് തന്നെ കുറച്ചുകൂടി വലിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഈ അടുത്ത് ഒരു 2016 ഒക്കെ ആയപ്പോഴാണ് ഇത് മ്യൂസിയം ആക്കി മാറ്റിയത്. ഇപ്പോൾ നമുക്ക് ഐക്യയിൽ ഫേർണിച്ചറൊന്നും അസംബിൾ ചെയ്തിട്ടല്ലല്ലോ കിട്ടുക, പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ. അതായത് ആ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 70s ഒക്കെ ആയപ്പോഴാണ്. ഫ്ലാറ്റ് പാക്ക് കോൺസെപ്റ്റ് അത് തന്നെയാണ് ഐക്യനെ കൂടുതൽ ആൾക്കാരിലേക്ക് അടുപ്പിച്ചത് തോന്നുന്നു. പിന്നെ ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട്. 17 വയസ്സ് വരെ ഫ്രീ ആണ്. അതിന് മുകളിലുള്ള ആളുകൾക്ക് 60 സ്വീഡിഷ് ക്രോൺ. ഇതാണ് ഐക്യ ഫൗണ്ടർ. അവരുടെ ലൈഫും അതുപോലെ ഐക്യ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പിന്നെ ഇതവർ സ്വിറ്റ്സർലൻഡിൽ താമസിച്ച സമയത്ത് അവരുടെ ഓഫീസ് ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. 50s തൊട്ട് ഫേർണിച്ചറിൽ വന്ന എവല്യൂഷനെ പറ്റി ഈ ഒരു ഫ്ലോറിൽ പറയുന്നത്. ഇതിൻ്റെ താഴെ നമ്മൾ യൂഷ്വലി ഐക്യയിൽ കാണുന്ന ക്രോക്കറി, കുട്ടികൾ കളിക്കുന്ന ടോയ്സ്, അതുപോലെ ബെഡ്ഷീറ്റ്സ്, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് 1950s ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെൻ്റ് ഉണ്ടായിരുന്നു സ്വീഡനിൽ കിച്ചൺ ക്യാബിനറ്റ്സിന്. അതിൻ്റെ ഒരു മോഡലാണ്. ഇത് ഫേർണിച്ചറിൻ്റെ സ്ട്രെങ്ത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട്. അഡൾട്ട്സിനും കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് ഒരു ഏരിയ. നമ്മൾ പല ഐക്യ സ്റ്റോറിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു യെല്ലോ ക്ലോക്ക് അല്ലേ. ഐക്യൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ മോഡേൺ ഡിസൈനിലുള്ള പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ള ഒന്നാണ് അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ ഒരു ക്ലോക്കിനെ കണക്കാക്കുന്നത്. അങ്ങനെ ഐക്യ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വെക്ഷോയിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ. ആംഹോൾട്ടിൽ നിന്ന് വെക്ഷോയിലേക്ക് ഏകദേശം 1 അവറിൻ്റെ താഴെ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തു. നേരത്തെ നിന്നതിനേക്കാളും കുറച്ചും കൂടി ആളുകളെയും വണ്ടികളെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആ സ്ഥലവും നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇതും നല്ല ഭംഗിയുണ്ട്. വീടുകൾ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ പൊതുവേ എല്ലാ വീടുകൾക്കും നമ്മൾ ഇഷ്ടികൻ്റെ ആ ഒരു ഇതാണ്, ഇഷ്ടിക വെച്ചിട്ടുണ്ടാക്കിയ വീട്. ഇഷ്ടിക അല്ലെങ്കിൽ ആ ഒരു കളറിൽ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെയാണ് വീടുകളൊക്കെ കണ്ടത് അല്ലേ. എല്ലാം ഈ ഒരു സ്റ്റൈലിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗി തോന്നി കണ്ടപ്പോൾ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഫുഡ് കഴിക്കണം ആദ്യം, എന്നിട്ട് സ്ഥലങ്ങൾ കാണണം. അങ്ങനെ ഇറങ്ങിയതാണ്. കുറേ റെസ്റ്റോറൻറ്റ്സിൽ പോയി, പക്ഷേ പല സ്ഥലത്തും പാർക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ അടുത്തേക്ക് പോയി അവസാനം നമ്മൾ റെഡ് ഫോർഡ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തി. ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. റെഡ് ഫോർഡ് എന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ അങ്ങനെ നടന്നു. ഈസ്റ്റാഡും വെക്ഷോയും തമ്മിലുള്ള ഡിഫറൻസ് കുറേ കൂടി ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, പെർഫോമൻസസ് ഒക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെക്ഷോ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ വെക്ഷോയിൽ സർവൈവിങ് ആയിട്ടുള്ള പഴയ ബിൽഡിങ്ങുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിങ്ങാണ്. 11th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇപ്പോഴും ഇവിടെ ആക്റ്റീവായിട്ട് ചേർച്ചിൻ്റെ സർവീസസ് ഒക്കെ നടക്കുന്നുണ്ട്. വെക്ഷോ എന്നുള്ള വേർഡിൻ്റെ സ്വീഡിഷ് മീനിങ് റോഡ്സ് ആൻഡ് ലേക്സ് എന്നാണ്.
വെക്ഷോ ടൗണിനെ സറൗണ്ട് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ളത് കാടുകളും ലേക്കുകളുമാണ്. ഈ കത്തീഡ്രലിൻ്റെ അടുത്തൊരു ലേക്ക് ഉണ്ട്. വെക്ഷോ സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ലിവിങ്ങിന് പേര് കേട്ട ഒരു സിറ്റിയാണ്. 2030 അവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂൽ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. നല്ല വൃത്തിയുള്ള ലേക്സും നല്ല വൃത്തിയുള്ള റോഡുകളും ഒക്കെയാണ്. പിന്നെ സൈക്കിളിലും ഇലക്ട്രിക് സ്കൂട്ടറിലും ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 9 മണിയായി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് സാധനങ്ങൾ കൂപ്പിൽ നിന്ന് വാങ്ങി റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.